ഇതിനിടയിൽ ഇടുക്കിയിൽ നിന്ന് വന്നൊരു വാർത്ത, ഞങ്ങളുടെ മുൻ സഹപ്രവർത്തകൻ ജോസിൽ സെബാസ്റ്റ്യന്റെ വിജയം വന്നിരിക്കുന്നു. ജോസിൽ വിജയിച്ചു എന്നത് പ്രൊഡക്ഷൻ റൂമിൽ നിന്ന്. മുട്ടം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 322 വോട്ടിനാണ് ജോസിൽ ജയിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചേറെ സന്തോഷകരമായ കാര്യമാണ്. തൊടുപുഴ ബ്ലോക്കാണ്, അത് UDF-ന്റെ ഒരു സ്ഥലമായിരുന്നു, അവിടെ ജയിച്ചു കയറിയിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആശംസകൾ ജോസിൽ 322 വോട്ടിന് ജയിച്ചിരിക്കുന്നു. നല്ല ഭൂരിപക്ഷമുണ്ട്. നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഏതായാലും ഇടുക്കിയിൽ നിന്ന് ഇനി ജോസിലിനെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കാണാൻ കഴിയില്ല, പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ പോകുന്നു. കുളനട പഞ്ചായത്ത് നിലവിൽ കുളനട വളരെ പ്രധാനപ്പെട്ടതാണ്. BJP ഭരിച്ച പത്തനംതിട്ടയിലെ കുളനട പഞ്ചായത്തിൽ നിലവിൽ 11 സീറ്റിൽ LDF ആകെ 17 സീറ്റാണുള്ളത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ കുളനടയെ DYFI കുളനട മേഖലാ സെക്രട്ടറി കുളനട ടൗണിൽ 15-ാം വാർഡിൽ പരാജയപ്പെടുത്തി. 158 വോട്ടിന് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ പുതിയ കണക്ക് വരുന്നുണ്ട്. 40-ആയി കേട്ടോ. NDA ലീഡ് ഉയർത്തുന്നു, 40-ലേക്ക് എത്തിയിരിക്കുന്നു. LDF 21, UDF 15 എന്ന നിലയിലാണ്. അപ്പോൾ അവിടെ ചിത്രം വ്യക്തമാണ്. UDF-ന്റെ വരവ് LDF-ന്റെ വോട്ടുകളാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. LDF-ന്റെ സീറ്റുകൾ നഷ്ടമാകുന്നതിന് അത് ഇടയാക്കിയിട്ടുണ്ട്. BJP-ക്ക് അത് സഹായകരവുമായിട്ടുണ്ട്. ഇപ്പോൾ അമൽനാഥ് ഉണ്ട് ഇടുക്കിയിൽ നമ്മളോടൊപ്പം. അമൽ, ഇടുക്കിയിൽ എന്താണ് സാഹചര്യം? ജില്ലാ പഞ്ചായത്ത്, ഒപ്പം തന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റി, കട്ടപ്പന മുനിസിപ്പാലിറ്റി, ഒപ്പം ജോസിൽ മുട്ടം ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിൽ ജയിച്ചു കയറുകയും ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും ഏറെ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. അതായത് തൊടുപുഴ ബ്ലോക്കിൽ നിന്നും മുട്ടം ഡിവിഷൻ, അവിടെ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ 300-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയിട്ടുണ്ട്. ഒപ്പം മറ്റിടങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ UDF-ന്റെ വലിയൊരു മേധാവിത്വം കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കട്ടപ്പന നഗരസഭ, ഒപ്പം തന്നെ തൊടുപുഴ നഗരസഭയിലൊക്കെ വലിയ മുന്നേറ്റം തന്നെ UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത, ഇടുക്കിയിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച ലീഗ് സ്വതന്ത്രൻ വിജയിച്ച് കയറിയിട്ടുണ്ട്. രാജാക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ KM സുധീറാണ് വിജയിച്ചത്. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിനെതിരെ ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് വാർഡിൽ ഈ ലീഗ് സ്വതന്ത്രൻ മത്സരിക്കുകയാണ്. ഒപ്പം തന്നെ വാർഡിൽ വിജയിക്കുകയായിരുന്നു. വാർഡിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇടുക്കി ജില്ലയിൽ വലിയ മുന്നേറ്റം തന്നെ UDF-ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, കട്ടപ്പന നഗരസഭയിലെ 17-ാം വാർഡിൽ കോൺഗ്രസിനെതിരെ ജോസഫ് വിഭാഗം മത്സരരംഗത്തുണ്ടായിരുന്നു. ഇവർ ഈ ഒരു വാർഡിൽ LDF വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ UDF-ന്റെ വോട്ട് ഭിന്നിച്ചുപോയി, തുടർന്നാണ് LDF-ന് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ LDF-നും കട്ടപ്പന നഗരസഭയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു UDF-ന് ഉണ്ടായിരുന്നത്. ഈ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി വിമർശനം അമൽ പറഞ്ഞതുപോലെ EM അഗസ്ത്യയുടെ ഒരു പരാജയം, ഒരു തോൽവി എന്നത് ഒഴിച്ചാൽ അവിടെയുമൊക്കെ പൊതുവിൽ UDF-ന് ആശ്വാസകരമാണ്.